ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പഴന്നുറുക്ക് എന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഈ പഴമൊക്കെ കഴിക്കാൻ, ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോരേ. അതേ കണക്ക് തന്നെ ഒരു കമൻറ്റും കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കേ ഇതാണെങ്കിൽ കഴിക്കുന്ന രീതി അതൊരു സ്പെഷ്യലാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കഴിക്കുന്നതും വളരെ സ്പെഷ്യലായ രീതിയിലാണ്. ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അടപ്രഥമനൊക്കെ കഴിക്കുമല്ലോ നമ്മൾ, പപ്പടമൊക്കെ കൂട്ടി, അതേമാതിരി പപ്പടമൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി കാണുന്ന ഒരു വിഭവമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം എന്താണ്ടേ, അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. ഒത്തിരി പഴുത്ത പഴം എന്ന് വെച്ചാൽ തൊലി അല്പം കറുത്ത്, ഉള്ളു ഭയങ്കരമായിട്ട് അങ്ങ് പഴുത്തൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പഴുത്ത പഴം ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതേ കണക്ക് തന്നെ അത് ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നതും പഴുത്ത പഴത്തിലാണ്. ഇനി ഇതെല്ലാം തോലൊക്കെ കളഞ്ഞ് ഇതേമാതിരി നല്ല ഇച്ചിരി വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണേ. ഇങ്ങനെ നുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് ഗ്യാസ് ഓണാക്കി നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റത്തെ സമയം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം മതി, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. ഒരു 150 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു അര കിലോയിൽ മേളിൽ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അതൊന്ന് മെൽറ്റായി വരണേ. അപ്പോൾ അതൊന്ന് മെൽറ്റാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഓരോ സൈഡ് ഇങ്ങനെ നീക്കി മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. 2 സൈഡും ഒരേ കണക്ക് വെന്ത് വരാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ കണക്ക് കുക്കായി വരും കേട്ടോ. ഇതൊരു പകുതി വേവ് ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഒരു പകുതിയോളം വെന്ത് കിട്ടണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് വീണ്ടും ബാക്കി വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഇതിനകത്ത് ഒട്ടും തന്നെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ശർക്കരയാണ് കേട്ടോ. ഒട്ടും തന്നെ കട്ടയില്ല. ഇതിപ്പോൾ ശർക്കരയുടെ പൊടിയാണ് കിടക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് ഒട്ടും അഴുക്കില്ലാത്ത ശർക്കരയാണ് ഈ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പം ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ബാക്കി ഇത് വേവിക്കുമ്പോഴേ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ബാക്കി നമ്മൾ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഇതൊന്ന് വരണ്ട് വരണം, നന്നായിട്ട് വറ്റി വരണം. ഈ ശർക്കരപ്പാനിയുടെ അത് മൊത്തം നമ്മളുടെ ഏത്തപ്പഴത്തിനകത്തോട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടണേ. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ശർക്കരപ്പാനി ഏത്തപ്പഴത്തിനകത്തോട്ട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ശർക്കരപ്പാനി ആയത് കാരണം ഇടയ്ക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു 3-4 ഏലക്കായുടെ സീഡുണ്ടല്ലോ, അത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ ശർക്കരപ്പാനി നന്നായിട്ട് ഇതിനകത്തോട്ട് കുടിച്ച് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഈ പഴത്തിനകത്തോട്ട് നന്നായിട്ട് പിടിച്ച് വരണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് കണക്ക് തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ ആ പഴത്തിൻ്റെ കളറെല്ലാം നല്ല പോലെ ചേഞ്ചായി ആ ശർക്കരപ്പാനിയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി വേണേ നമ്മളാക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ തീ കുറച്ച് വെക്കണേ. ഇപ്പം നമ്മൾ നേരത്തെ വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുത്തത്. ഇനി ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിനകത്താണെങ്കിൽ 1-ാം പാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഇത് 2-ാം പാൽ 1-ാം പാൽ അങ്ങനെയൊന്നുമില്ല.
നമ്മൾ കുറച്ച് ഒരു അരമുറി കൊച്ചു മുറിയായിരുന്നേ ഞാൻ എടുത്തത്. ഒരു അരമുറി തേങ്ങയോളം എടുത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി ആ തേങ്ങാപ്പാലും ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഉരുകി ഇങ്ങനെ വറ്റിയിരിക്കുന്ന കാരണം ഇതൊന്ന് കൂടി വരാൻ എന്ന് വെച്ചാൽ യോജിച്ച് വരാൻ കുറച്ച് നേരം എടുക്കുമേ. അത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ അടി കൂട്ടി ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ശർക്കരപ്പാനി അടിയിലിങ്ങനെ ഉറഞ്ഞു പോവേ. നന്നായിട്ട് കുറുകി വന്നതല്ലായിരുന്നോ. ഇനി അതുകൊണ്ട് നന്നായിട്ട് അടി കൂട്ടി ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് രണ്ടും കൂടെ യോജിച്ച് വരുവേ. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്, പിരിയുന്ന കണക്കായി പോകരുത് കേട്ടോ. ഇപ്പം എന്താ കണ്ടോ, നമ്മുടെ ശർക്കരപ്പാനിയും ആ തേങ്ങാപ്പാലും എല്ലാം നന്നായിട്ട് യോജിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ മണ്ടയിലൊക്കെ വെയിലടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്കിതാ ഒരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാമേ. നല്ല ഭംഗിയാണിത് കാണാൻ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ്. കളറൊക്കെ അതേ കണക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് പഴയ കാലത്തെ ഒരു വിഭവമാണിത് കേട്ടോ. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നേ ഈ പഴനുറുക്ക് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അതേ കണക്ക് തന്നെ ഒരു ലൈക്ക് തരാനും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കമൻറ്റ് ഇടാനും മറന്നുകൊണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നത് പ്രത്യേക രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളുടെ അടപ്രഥമനൊക്കെ കഴിക്കുന്നത് പോലെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പപ്പടം ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ പപ്പടം കൂട്ടി കഴിക്കുമ്പം ഒത്തിരി ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിട്ടായിരിക്കും ഇതിങ്ങനെ എടുത്ത് പറയുന്നതെന്ന്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.